എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ആർമിയിൽ അപേക്ഷ സമർപ്പിക്കാനിരിക്കുന്ന അധിക ഉദ്യോഗാർത്ഥികളുടെയും പേടിയാണ് D+. ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ D+നെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അതും കണ്ടിരിക്കുക. അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ SSLC ബുക്കിൽ D+ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും മുഴുവൻ കാണുക. കാരണം SSLCയിൽ D+ ഉള്ളവർക്ക് ധാരാളം സംശയങ്ങളുണ്ട്. അത് എന്നോട് പങ്കുവച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതിൽ D+നെ കുറിച്ച് കൂടുതലായി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും മുഴുവനായി വീഡിയോ കാണുക. അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു SSLCയിൽ D+ ഉള്ളവർ തീർച്ചയായും മാർക്ക് ലിസ്റ്റും ഹാജരാക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ ഇത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ, മാർക്ക് ലിസ്റ്റ് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ആദ്യമൊന്നും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം ആദ്യം തന്നെ ഫിസിക്കൽ ടൈം, മെഡിക്കൽ ടൈം, ഈ ഒരു ടൈമിലൊന്നും ഒരിക്കലും പിന്നെ നമ്മുടെ ഒരു SSLC ബുക്ക് ഇങ്ങനത്തെ ഒരു ഡോക്യുമെൻറ്റും അവർ വെരിഫൈ ചെയ്യാൻ എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ എടുക്കാതിരിക്കരുത്. തീർച്ചയായും ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പൊതുവേ ഫിസിക്കലിൻ്റെ സമയത്ത് അവർ ചോദിക്കുന്നത് അഡ്മിറ്റ് കാർഡ് മാത്രമാണ്. അഡ്മിറ്റ് കാർഡാണ് അധികവും അവർ ആ ഒരു സമയത്ത് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും മാർക്ക് ലിസ്റ്റും കൊണ്ട് ബുദ്ധിമുട്ടാൻ പോകുന്നത് നമ്മൾ അതുവരെ കയറി ചെന്നിട്ട് ലാസ്റ്റ് ഒരു ഘട്ടത്തിൽ, അഥവാ എല്ലാ ടെസ്റ്റും പാസ്സായി കഴിഞ്ഞ് അവസാനം ഒരു ഘട്ടത്തിൽ, ഇപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്താകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അധിക പേർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, ഈ ഒരു സമയത്തേക്ക് മാർക്ക് ഷീറ്റ് ഹാജരാക്കിയാൽ പോരെ എന്ന്. തീർച്ചയായും മതിയാവും. കാരണം ഈ ഒരു സമയത്തേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എല്ലാ പ്രോസസ്സും വേഗം നടക്കണം എന്നില്ല. അതുകൊണ്ട് നേരത്തെ കരുതി വെക്കണം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അധിക പേരും ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലുമായി ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു D+ ഉള്ളവർ മാർക്ക് ഷീറ്റ് ഹാജരാക്കണ്ട എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അധികവും റിപ്ലൈ കൊടുത്തിട്ടില്ല. കാരണം എന്തായാലും ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നോക്കേണ്ടത് ഇന്ത്യൻ ആർമിയുടെ നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് SSLC പാസും എല്ലാ വിഷയത്തിനും 45 മാർക്കും ഓരോരോ വിഷയത്തിനും 33% മാർക്കും എന്നാണ്. അപ്പോൾ ഓരോരോ വിഷയത്തിനും 33 മാർക്ക് നിർബന്ധമായിട്ട് വേണം. അപ്പോൾ ഒരു വിഷയത്തിന് D+ കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഓരോരോ വിഷയത്തിനും 33% തെളിയിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ തീർച്ചയായും അതിനുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടത് വരും. അപ്പോൾ തീർച്ചയായും ഞങ്ങളുടെ അടുത്ത് മാർക്ക് ഷീറ്റും ഉണ്ടായിരിക്കണം. അപ്പോൾ D+ൻ്റെ ചർച്ചയിൽ ഇത് തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു കാര്യം ഭയങ്കരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഫേക്ക് ന്യൂസ് ഇങ്ങനെ പ്രചരിപ്പിച്ചതായിരിക്കാനാണ് സാധ്യത. അപ്പോൾ അവരോട് പറയാനുള്ളത്, നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചതാവാനാണ് സാധ്യത. തീർച്ചയായും ഓരോരോ വിഷയത്തിനും നിങ്ങളുടെ മാർക്ക് ഷീറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതായി വരും. D+ ഉള്ള എല്ലാവരും മാർക്ക് ഷീറ്റ് ഓരോരോ വിഷയത്തിനും ഹാജരാക്കണം. ഇപ്പോൾ ഒരു വിഷയത്തിന് കിട്ടിയില്ലെങ്കിൽ ഈ ഒരു വിഷയത്തിനെ കാണിച്ചുകൊണ്ട് മാർക്ക് ഷീറ്റ് ഹാജരാക്കണം. പിന്നീട് എന്നോട് കൂടുതലായി ചോദിക്കപ്പെട്ടൊരു ചോദ്യമാണ്, ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, D+നെ കുറിച്ച് തന്നെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് കൂടുതൽ പേരും എന്നോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, എവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു മാർക്ക് ഷീറ്റ് ലഭിക്കുന്നത്, അപ്പോൾ അതിന് എന്തെല്ലാം പ്രൊസീജിയർ ഉണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിരുവനന്തപുരം പരീക്ഷാ ഭവനിൽ അപേക്ഷ സമർപ്പിച്ചാൽ അവിടുന്ന് തന്നെയാണ് നമുക്ക് മാർക്ക് ഷീറ്റ് ലഭിക്കുന്നത് എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് തുടർന്ന് കുറേ സംശയങ്ങൾ ഞാനുമായി ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ സംശയ നിവാരണം നടത്താൻ ഏറ്റവും നല്ലൊരു സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾ SSLC പഠിച്ച സ്കൂൾ തന്നെയാണ്. അവിടെ പോയി ചോദിച്ചാൽ ഈ ഒരു സംശയം നിങ്ങൾക്ക് കുറേ കൂടി എളുപ്പമായി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അങ്ങനെ ഒരു വഴിയും കൂടി സ്വീകരിക്കുക. കാരണം അവിടെ പോയിട്ടുള്ള പ്രൊസീജിയർ എന്തെല്ലാണെന്ന് നമുക്ക് അറിയേണ്ടിക്കൽ ഇവിടെ സ്കൂളിലുള്ള നമ്മുടെ അധ്യാപകരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പൊരു വീഡിയോ കൂടി ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ D+ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുക. കാരണം ഇതിലും കുറച്ചും കൂടി അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ പകുതിയൊരു ഭാഗം അതിലും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് അവിടുന്ന് ലിങ്ക് എടുത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ നിങ്ങളുടെ ഫോണിലേക്ക് പുതിയ ജോലി സംബന്ധമായ വാർത്തകൾ അതിവേഗം നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ.
മാത്രമല്ല സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോവുമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ഞാനുമായി ഷെയർ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി താഴെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് ഞാനുമായി നിങ്ങളുടെ സംശയം പങ്കുവെക്കാവുന്നതാണ്. തീർച്ചയായും അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തരുന്നതുമാണ്. തൊഴിൽ സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈഫ് ട്രാക്ക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്തിടുക.